എനിക്ക് ഈ ടീസർ ഒരു തട്ടിക്കൂട്ട് ടീസറായിട്ടാണ് തോന്നിയത്. ജിത്തു ജോസഫ് എന്ന സംവിധായകൻ അറിയാം ദൃശ്യത്തിൽ നിന്ന് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്. അതൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസും സസ്പെൻസും പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പോൾ ദൃശ്യം 3യുടെ ഫസ്റ്റ് ടീസർ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അറിയാലോ, ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാകും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടീസർ കണ്ടിട്ട് ബാക്കി പറയാം. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നീ വിതച്ചതേ നീ കൊയ്യത്തുള്ളൂ. എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് അതാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ അന്ന് ചെയ്ത ഒരു തെറ്റിൻ്റെ കുറ്റബോധം മനസ്സിൽ പേറിക്കൊണ്ട് അയാൾ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യം 3 അല്ല, ദൃശ്യം 100 വരെ എഴുതാൻ പറ്റും. കാരണം അങ്ങനെയാണ്, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് നമ്മളെ ജീവിതാവസാനം വരെ പിന്തുടരും. അതാണ് ദൃശ്യം 3യുടെ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്കത് സ്ട്രൈക്ക് ചെയ്ത്. അതായത് ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ് എന്നുള്ളത്. ദൃശ്യം സീരീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഫാമിലി ഡ്രാമയായിരിക്കും, അവരുടെ ഫാമിലിയിലേറ്റ ഒരു ട്രോമ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ അറിയാം ദൃശ്യത്തിൽ നിന്ന് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്. അതൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസും സസ്പെൻസും പരിപാടികളൊക്കെ തന്നെയാണ്. അതില്ലാതെ ദൃശ്യം ഇറക്കി കഴിഞ്ഞാൽ അതൊരു സീരിയലായി പോകുന്നുള്ളത് ജിത്തു ജോസഫ് എന്ന സംവിധായകന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ടീസർ, എനിക്ക് ഈ ടീസർ ഒരു തട്ടിക്കൂട്ട് ടീസറായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ ഒരു സസ്പെൻസും പുറത്തു വിടാതെ ചെറിയൊരു ഹിൻഡ് പോലും തരാതെയാണ് അവർ ആ ടീസർ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു നല്ല ടീസർ, ദൃശ്യം സിനിമയുടെ ടീസറിന് ഒരു നല്ലത് മോശം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവമുണ്ട്, പുള്ളി അത് പുറത്തു വിടത്തില്ല. അത് ഈ ദൃശ്യം ടീമിന് ഇത് തിയേറ്ററിൽ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇത് ഉള്ളതുകൊണ്ടാണ്. ഇനി ഒരു അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദൃശ്യം 1 തിയേറ്ററിൽ റിലീസായ സിനിമയാണ്. ഞാൻ ആ സിനിമ കാണുമ്പോൾ എൻ്റെ കൂടെ ഒരു 15 പേര് മാത്രമേ ഉള്ളൂ. ഒരു നവംബറിലാണ്, 2012-13 ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൊണ്ടാണ്. ദൃശ്യം അന്ന് കണ്ടിട്ട് നമ്മൾ വണ്ടടിച്ച് നിൽക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉച്ചക്കത്തെ ഷോയ്ക്കാണ് ശരിക്കും ദൃശ്യത്തിന് ആൾ കയറുന്നത്. പിന്നെ ദൃശ്യം കാണാൻ 7 പ്രാവശ്യം പോയി. അതിലൊരു പ്രാവശ്യം കണ്ടില്ല, അന്ന് ഇന്ത്യൻ പ്രണയത കണ്ടു. ബാക്കിയുള്ള 6 പ്രാവശ്യം ദൃശ്യം കണ്ടു. അപ്പോൾ അന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് ശരിക്കും നമ്മൾ ഊറ്റിപ്പിഴിഞ്ഞിട്ട് തന്നെയാണ് പോയത്. ഇനി ദൃശ്യം 2 2021 കോവിഡിൻ്റെ സമയത്താണ് റിലീസാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആകാംക്ഷയുടെ ആളുകൾ കാത്തിരിക്കുന്നു. ലോകമെമ്പാടുള്ള ആളുകളെല്ലാവരും ആ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ സസ്പെൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കറിയാം ദൃശ്യം തിയേറ്ററിൽ വന്നാലും OTTയിൽ വന്നാലും എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ്, ആ ഫീഡ്ബാക്ക് ഒക്കെ അവർ അറിഞ്ഞതാണ്. ഇത് രണ്ടും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ദൃശ്യം 3 അവർ കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം ഇവർക്ക് May 21 പടം റിലീസ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഈ മെയ് മാസം ആകാംക്ഷയോടെ കാത്തിരിക്കാൻ മറ്റൊരു സിനിമ കൂടിയായി. എന്താണ് ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.